വർഷത്തിൽ ഭൂരിഭാഗം സമയവും നദികൾ വരണ്ടുണങ്ങിയ രീതിയിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ. പ്രധാനമായും അരിസോണ, ന്യൂമെക്സിക്കോ, യൂട്ട, തെക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ നദികളും അരുവികളുമാണ് കൂടുതലായും വരണ്ട രീതിയിൽ കാണപ്പെടാറുള്ളത്. അതിനാൽ തന്നെ ഈ പ്രദേശങ്ങളിലെ നദികളും അരുവികളും വീണ്ടും ജീവസുറ്റതാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളായി ഗവേഷകർ പല പദ്ധതികളും പരീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടിരുന്നില്ല. അങ്ങനെ അവർ ഒടുവിൽ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ ജീവിയെ ഇവിടേക്ക് തുറന്നു വിടുക എന്നതായിരുന്നു. അതായിരുന്നു ബീവറുകൾ. കാട്ടിലെ എഞ്ചിനീയർമാർ എന്ന് വിളിക്കുന്ന ജീവികളാണ് ബീവറുകൾ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, എങ്ങനെയാണ് ഈ കുഞ്ഞൻ ജീവികൾ നദികളും അരുവികളും നിർമ്മിക്കാൻ പോകുന്നത് എന്ന്. അതിൻ്റെ വിചിത്രമായ ഉത്തരം എന്താണെന്നും ഈ പദ്ധതിയുടെ റിസൾട്ട് എന്തായെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അവരുടെ ഈ പ്രൊജക്റ്റ് വിജയം കണ്ടോ എന്നറിയുന്നതിന് മുൻപ് ബീവറുകളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാട്ടിലെ എഞ്ചിനീയർമാർ എന്നറിയപ്പെടുന്ന ജീവികളാണ് ബീവറുകൾ എന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. കാരണം നദിയിലെ അണക്കെട്ട് അഥവാ ഡാം നിർമ്മാണത്തിൽ അതിവിദഗ്ധരാണ് ബീവറുകൾ. ഇവ എങ്ങനെയാണ് നദികളിൽ ഡാമുകൾ നിർമ്മിക്കുന്നത് എന്ന് വഴിയെ മനസ്സിലാക്കാം. ഏതായാലും ഈയൊരു കാരണം കൊണ്ടാണ് ഗവേഷകർ ബീവറുകളെ ഇതിനായി തിരഞ്ഞെടുത്തത്. അതായത് കുറച്ച് ബീവറുകളെ വെള്ളം കുറഞ്ഞ നദീതടങ്ങളിൽ കൊണ്ടുവിട്ടാൽ വെള്ളം കൂടുതൽ കാലം മണ്ണിൽ നിൽക്കാൻ അവ സഹായിച്ചേക്കും. കൂടാതെ ഇത് കാരണം നദികളിൽ വെള്ളം കൂടുകയും ചെയ്യും എന്നതായിരുന്നു ഗവേഷകരുടെ നിഗമനം. സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നോർത്ത് അമേരിക്കയിൽ ഒരുപാട് ബീവറുകൾ ജീവിച്ചിരുന്നു. അലാസ്ക മുതൽ ഗൾഫ് ഓഫ് മെക്സിക്കോ വരെ ബീവറുകൾ ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ ബീവറുകളുടെ രോമം നല്ല വിലയുള്ളതായിരുന്നു. ബീവറുകൾക്ക് കാസ്റ്റോറം എന്നൊരു എണ്ണമയമുള്ള വസ്തുവുമുണ്ട്. ഇത് ബീവറിന്റെ സഞ്ചികളിൽ കാണുന്നതാണ്. പെർഫ്യൂമുകളിലും ചില ഭക്ഷണങ്ങളിലും പണ്ട് മരുന്നായും ഉപയോഗിച്ചിരുന്ന ഒരു പ്രകൃതിദത്ത ചേരുവയാണിത്. അങ്ങനെ 1600കളുടെ തുടക്കത്തിൽ ഈ മൃഗങ്ങളെ യൂറോപ്യൻ കുടിയേറ്റക്കാർ സജീവമായി വേട്ടയാടാൻ തുടങ്ങി. അക്കാലത്ത് കിഴക്കൻ തീരത്തെ ഒരു കോളനിയായ ന്യൂ നെതർലാൻഡിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും എല്ലാ വർഷവും ഏകദേശം 80,000-ഓളം ബീവറുകളെ വേട്ടയാടിയിരുന്നു അത്രേ. അതിൻ്റെ ഫലമായി മിസോറി മുതൽ കാലിഫോർണിയ വരെയും കാനഡ മുതൽ മെക്സിക്കോ വരെയും ഉണ്ടായിരുന്ന ബീവറുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവർ വംശനാശത്തിന്റെ വക്കോളമെത്തി. അങ്ങനെ നദികളുടെ ജീവനിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ബീവറുകൾ കുറഞ്ഞത് കാരണമായി 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ പല നദികളും മഴക്കാലത്ത് മാത്രമേ ഒഴുകിയിരുന്നുള്ളൂ. ചില നദികളിൽ തീരെ വെള്ളം നിലനിന്നിരുന്നില്ല. അങ്ങനെയാണ് ഗവേഷകർ ബീവറുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗവേഷകർ പതുക്കെയാണ് ഈ പദ്ധതി തുടങ്ങിയിരുന്നത്. അതിനുശേഷം ഇവ ചെടികളോടും ചെറിയ അരുവികളോടും എങ്ങനെ ഇടപഴകുന്നു എന്നൊക്കെ അവർ പഠിക്കുകയാണ് ചെയ്തിരുന്നത്. സത്യത്തിൽ 1980കൾ മുതൽ തന്നെ ബീവറുകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പദ്ധതികൾ നിലനിന്നിരുന്നുവെങ്കിലും 2020കളിലാണ് പദ്ധതി കുറച്ചുകൂടെ ശക്തമായത്. അതിനായി 1999 അരിസോണയിലേക്കും 2020 യൂട്ടയിലേക്കും 2021-22 കാലഘട്ടത്തിൽ ന്യൂ മെക്സിക്കോയിലേക്കും 2023 ഒക്ടോബർ 18 കാലിഫോർണിയയിലേക്കും ചെറിയ കൂട്ടങ്ങളായി ബീവറുകളെ മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ ഗവേഷകർ അവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചിരുന്നു. അതിനായി ഓരോ ബീവറിനും ടാഗ് നൽകുകയും അവയുടെ സ്വഭാവം പഠിക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ നല്ല വെള്ളമുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം തടയുന്നതും വെള്ളം ശുദ്ധീകരിക്കുന്നതും ഈ ബീവറുകളാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന വെല്ലുവിളി മറ്റൊന്നായിരുന്നു. അതായത് ഗവേഷകർ ഈ പദ്ധതി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രദേശത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇവർ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. തുടക്കത്തിൽ പല വിദഗ്ധർക്കും സംശയമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആദ്യം കണ്ട റിസൾട്ടുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും ആഴ്ചകൾക്കുള്ളിൽ അതുവരെ അവിടെയൊന്നും ഇല്ലാതിരുന്ന ചെറിയ കുളങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ബീവറുകൾ അവിടെ കൂടുകൾ ഉണ്ടാക്കുകയും ചെറിയ അരുവികളെ തടഞ്ഞു നിർത്തുകയും ചെയ്തപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാലം വെള്ളം അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ചൂടുകാലത്ത് പോലും ചില കുളങ്ങളിൽ വെള്ളം വറ്റിയിരുന്നില്ല. കൂടാതെ ബീവറുകൾ കാരണം ഇവിടെയുള്ള മണ്ണ് കൂടുതൽ മൃദുവാവുകയും അരുവികളുടെ തീരങ്ങളിൽ ചെടികൾ വളരാനും തുടങ്ങിയിരുന്നു. വർഷങ്ങളായി നീണ്ടുനിന്ന വരൾച്ചയ്ക്ക് ശേഷം ജനങ്ങൾ കണ്ട ആദ്യത്തെ ജീവന്റെ ലക്ഷണം അതായിരുന്നു. യഥാർത്ഥത്തിൽ 2 വയസ്സാകുമ്പോഴേക്കും ബീവറുകൾ അവരുടെ കൂട് പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇതിന്റെ ആദ്യപടിയെന്ന് പറയുന്നത് അണക്കെട്ട് നിർമ്മാണമാണ്. ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്യുക. ആദ്യം പുഴയുടെയോ അരുവിയുടെയോ തീരത്തുള്ള മരങ്ങൾ തേടി കണ്ടുപിടിക്കും. പിന്നെ തൻ്റെ മൂർച്ചയേറിയ ഉളിപ്പല്ലുകൾ ഉപയോഗിച്ച് മരം കരളാൻ തുടങ്ങും.
കൃത്യമായ ആസൂത്രണത്തോടെ മരം പുഴയിലേക്കോ അരുവികളിലേക്കോ തന്നെ വീഴാൻ പാകത്തിനാണ് ഈ കരളൽ. വീണ മരം വെള്ളത്തിലൂടെ അണകെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിക്കും. ഈ മരത്തെ പുഴയുടെ അല്ലെങ്കിൽ അരുവിയുടെ വിലങ്ങന വെച്ചാണ് ഒഴുക്കിനെ തടയുന്നത്. ഒഴുക്കിനെ പ്രതിരോധിക്കാൻ അകത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അണകെട്ടൽ. ചെറിയ കമ്പുകളും മരച്ചില്ലകളും ചെളിയും എല്ലാം നിർമ്മാണത്തിന് ഉപയോഗിക്കും. 10 മുതൽ 100 മീറ്റർ വരെയുള്ള അണക്കെട്ടുകൾ ഇവർ നിർമ്മിക്കാറുണ്ട്. വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരം അണക്കെട്ടുകൾ ബീവറുകളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അണക്കെട്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതോടെ വീട് നിർമ്മാണം ആരംഭിക്കും. ബീവറിന്റെ വീട് ലോഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. അണക്കെട്ടിന് പിന്നിൽ വെള്ളത്തിനു മുകളിലായാണ് വീട് പണിയുന്നത്. മരച്ചില്ല, ചെളി, കല്ല് എന്നിവ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ പണിയുന്ന വീടിനകത്ത് ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സ്ഥലം, വിശ്രമമുറി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. വെള്ളത്തിലേക്ക് തുറക്കാവുന്ന വിധത്തിലാണ് വാതിൽ ഉണ്ടാക്കുക. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഇവരെ സഹായിക്കുന്നു. മഞ്ഞുകാലത്ത് വീട്ടിലേക്ക് കടക്കാൻ പ്രത്യേക വഴിയും ഉണ്ടാക്കും. കാറ്റും വെളിച്ചവും കടക്കാൻ ചെറിയ പൊത്തുകളുമുണ്ട്. ഇതുകൂടാതെ വീടിന്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം തിരിച്ചുവിടാൻ പ്രത്യേകം ചാലുകളും ഇവർ നിർമ്മിക്കാറുണ്ട്. അങ്ങനെ 2023 ആയപ്പോഴേക്കും പരീക്ഷണം മുമ്പത്തേക്കാൾ വലുതായി മാറുകയാണ് ഉണ്ടായത്. ചെറിയ ബീവറുകൾ തനിയെ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. വെള്ളം കുറഞ്ഞ പ്രദേശങ്ങളിലും അതിജീവിക്കാൻ ബീവറുകൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പരീക്ഷണമായി തുടങ്ങിയ ഈ പദ്ധതി ലോക ശ്രദ്ധ നേടിയ ഒരു പ്രൊജക്റ്റായി മാറുകയാണ് ചെയ്തത്. മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രകൃതിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഇത് കാണിച്ചു തരികയായിരുന്നു. ഈ പ്രദേശങ്ങളിലെ മുമ്പുള്ളതും ശേഷമുള്ളതുമായ ഫോട്ടോകൾ നോക്കിയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതായത് മണൽ മാത്രമുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമുള്ള കുളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്തുള്ള കർഷകർക്ക് അവരുടെ കിണറുകളിൽ വെള്ളം കൂടിയതായും റിപ്പോർട്ടുകളുണ്ട്. മണ്ണിൽ സ്ഥാപിച്ച ഉപകരണങ്ങൾ ഭൂഗർഭ ജലനിരപ്പ് കൂടിയതായും രേഖപ്പെടുത്തി. കൂടാതെ അത് കാരണം കോട്ടൺ വുഡ് മരങ്ങൾക്കും മറ്റ് ചെടികൾക്കും കൂടുതൽ നന്നായി വളരാനും സാധിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഈ കുളങ്ങൾ മരുഭൂമിയിലെ ചെറിയ മരുപ്പച്ചകൾ പോലെയായി മാറുകയാണ് ഉണ്ടായത്. അതേസമയം ബീവറുകൾ അവരുടെ അണക്കെട്ടുകൾ ക്ഷമയോടെ പണിയുകയും നന്നാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സത്യത്തിൽ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ബീവറുകളെ കണ്ടുവരുന്നത്. 4 മുതൽ 8 അംഗങ്ങളുള്ള കുടുംബങ്ങളായാണ് ബീവറുകൾ ജീവിക്കുന്നത്. ബീവറുകൾക്ക് 16 മുതൽ 28 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. നോർത്ത് അമേരിക്കൻ, യൂറേഷ്യൻ എന്നിങ്ങനെ 2 തരം സ്പീഷീസുകൾ ബീവറുകളിലുണ്ട്. കൂടാതെ കാനഡയുടെ ദേശീയ മൃഗം കൂടിയാണ് ബീവർ. രാത്രിയിലാണ് ഇവ കൂടുതലായും പണിയെടുക്കുക. ബലമുള്ള താടിയല്ലും നീണ്ട ഒളിപ്പല്ലും ഇവരുടെ പ്രത്യേകതകളാണ്. ധാരാളം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇവയുടെ പല്ലിന് ഓറഞ്ച് നിറമാണുള്ളത്. കൂടാതെ ജീവിതകാലം മുഴുവൻ ഇവയുടെ പല്ല് വളരുകയും ചെയ്യും. പങ്കായം പോലുള്ള വാലാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. തണുപ്പ് കാലം അതിജീവിക്കാനുള്ള കൊഴുപ്പ് പ്രധാനമായും ഇവയുടെ വാലിലാണ് ശേഖരിച്ചിരിക്കുന്നത്. വാലിന്റെ അടിഭാഗത്തുള്ള ഗ്രന്ഥി കാസ്റ്റോറിയം എന്നറിയപ്പെടുന്ന സ്രവം പുറപ്പെടുവിപ്പിക്കും. ഈ സ്രവം തങ്ങളുടെ അധികാരപരിധി അടയാളപ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്നു. ഏതായാലും ബീവറുകളെ ഉപയോഗിച്ചുള്ള ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.